മോള് പുട്ടിട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു സാറ്റർഡേ ഈവനിങ് വേറെ ഒന്നും വേണ്ട, കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട്, ആളുടെ പ്ലസ് ടുവിലത്തെയും സ്കൂളിലത്തെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെ കാണാൻ പോവാന്ന്. അപ്പോൾ എനിക്ക് അവരെ അറിയില്ല. അപ്പോൾ ഞാൻ വരണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വായോ, എന്തായാലും കല്യാണത്തിന് ശേഷം അവരൊന്നും കണ്ടിട്ടില്ലല്ലോ, അവരെയൊക്കെ പരിചയപ്പെടാമെന്ന്. അപ്പോൾ ഞാൻ എന്നാലും ഓക്കെ കുഴപ്പമില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലാത്തത് കൊണ്ടൊരു പോണ്ടേന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ സാരില്ല പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ഫ്രണ്ടിലേക്കൊക്കെ നടക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നോട് ഫ്രണ്ടിലേക്ക് നടക്കാൻ പറയുന്നത്, എനിക്കറിയില്ലല്ലോ ഇവരെ ഒന്നും. കാറിൻ്റെ ഡോറ് തുറന്ന് അവർ കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് ആണെന്നുള്ളത്. നമ്മൾ രണ്ടാളുടെയും സെയിം കോളേജും സെയിം ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു സർപ്രൈസ് എനിക്ക് തന്നതാണ്. അവർക്ക് ആർക്കും അറിയില്ല, എനിക്കറിയില്ല എന്നുള്ള കാര്യം. എനിക്ക് പക്ഷെ അത് ഭയങ്കര സർപ്രൈസായി, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്റെ രണ്ട് കൈയുണ്ട്. അങ്ങനെ അൺലിമിറ്റഡ് ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ ബാക്ക് വാട്ടേഴ്സ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് കോർണിഷിൻ്റെ സൈഡിലുള്ള റിസോർട്ടിൽ പോയി. ഭയങ്കര നല്ല ആംബിയൻസ് ആയിരുന്നു കടലിൻ്റെ സൈഡിൽ. അങ്ങനെ ഇല്ലട്ടാ പാട്ടിൽ. ബാക്കി അവൻ പാടും. എടാ മറ്റേ സാധനം പാട്, മറ്റേ പാട്. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കടൽ കൊടുത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ മഴയായി പാടു കാറ്റേ കടലേ അറിയോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി, കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു, ഒരു പാനിപ്പൂരിയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ചേച്ചീൻ്റെ അടുത്തൊക്കെ ബൈ ബൈ പറഞ്ഞു, എല്ലാവരുടെ അടുത്തും ബൈ പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ബൈ 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 ബൈ. ചേട്ടാ ശരിട്ടാ. ഇനിയാണ് ട്വിസ്റ്റ്. നമ്മൾ ദുബായ് എയർപോർട്ടിലൊക്കെ പോയി കറക്റ്റ് ടൈമിനൊക്കെ എത്തി. പക്ഷേ അവിടെ എത്തി നമ്മൾ പാസ്പോർട്ടൊക്കെ കൊടുത്തപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഫ്ലൈറ്റ് ഇവിടെ നിന്നല്ല, വേറൊരു എയർപോർട്ട് ഉണ്ട്, അവിടെ നിന്നാണ് ഫ്ലൈറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഫ്ലൈറ്റ് കിട്ടാൻ യാതൊരു വക ചാൻസും ഇല്ല, 45 മിനിറ്റ്സ് ഇനി ഇവിടെ നിന്ന് ദൂരമുണ്ട് അടുത്ത എയർപോർട്ടിലേക്കെന്ന്. എന്നാലും നമ്മൾ കിട്ടില്ലായിരിക്കും, എന്നാലും എങ്ങനെയെങ്കിലും പോകണമല്ലോ, അടുത്ത ഫ്ലൈറ്റിനായാലും പോകാമല്ലോ
പോയാലോ എന്ന് വിചാരിച്ചിട്ട് പോയി. നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി, വേറെ എയർപോർട്ടിലെത്തി ദുബായിൽ. അത് കുറച്ച് ഒരു എക്സ്റ്റീരിയർ ഭാഗത്തുള്ളൊരു എയർപോർട്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനില്ല. ഇങ്ങനെ ഞാനൊരു എയർപോർട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്റ്റാഫില്ല, പാസഞ്ചേഴ്സ് ഇല്ല, ആരുമില്ല. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് 2 പേര് നമ്മളെ പേരന്വേഷിച്ച് വന്നു. അപ്പം ഇന്ന ഫ്ലൈറ്റിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നമ്മളെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളാണ് ഏറ്റവും ലേറ്റായിട്ട് വന്നിട്ടുള്ളതെന്ന്. പിന്നെ അവിടെ എത്തി നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ മനസ്സിലായി നമ്മളല്ല ഏറ്റവും ലേറ്റ്. ഈ അബദ്ധം കുറേ പേർക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ദുബായിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അബദ്ധം പറ്റാണ്ട് ശ്രദ്ധിക്കൂ കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി. ഫ്ലൈറ്റിൽ മൊത്തത്തിൽ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ കിടന്നിട്ടൊക്കെ പോകാനായിട്ട് പറ്റി. എന്നിട്ട് നമ്മൾ തിരിച്ച് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ നല്ല ഭംഗിയുള്ളൊരു അക്വേറിയം അതിൻ്റെ ഉള്ളിൽ കണ്ടത്. നമ്മൾ പോണ സമയത്ത് അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു അക്വേറിയം അതിലുണ്ടായിരുന്നു. ഫുൾ എല്ലാ ഫ്ലോറിലും അത് പോകുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ട്. കുറേ വലിയ ഷാർക്കൊക്കെ അതിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദുബായ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ടയേർഡും ആയിരുന്നു. പിന്നെ ഇനി നാളെ തൊട്ട് വർക്ക് ചെയ്യാൻ പോകണമല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫാമിലീനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കാണാൻ പറ്റിയതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെറുതും വലുതുമായ യാത്രകൾ നടത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്